ഓക്കെ. എ ഐ ക്രൈംസിനൊക്കെ ഒരുപാട് ചാൻസസ് ചാൻസ് ഉണ്ടോ? യാ ഷോൾ എ ഐ പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തും വരാൻ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് സർജറി ചെയ്യുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട്. എങ്ങനെ നല്ലതായിട്ടാണോ ചെയ്യേണ്ടതെന്ന് ആ എ ഐ ക്യാമറ അത് എവിടെ നല്ലതായിട്ടാണോ ചെയ്യുന്നത്, എറർ ഉണ്ടോ ആ ക്യാമറ കണ്ട് നമ്മുടെ അടുത്ത് പറയും. അങ്ങനെ വന്നിട്ടുണ്ട്. ക്രൈംസിൽ ലൈക്ക് ദർ ആർ ഹ്യൂജ് പോസിബിലിറ്റീസ്. ഇപ്പൊ തന്നെ ഇലക്ഷന്റെ മുമ്പേ ആമിർ ഖാൻ ആണെന്നാ തോന്നുന്നത്, ആമിർ ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കിയിട്ട് ആ ഡീഫേക്കിനെ കൊണ്ട് ഐ സപ്പോർട്ട് സർട്ടൺ പാർട്ടി എന്ന് പറഞ്ഞ് ഇത് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചു. അത് കഴിയുമ്പോൾ പറഞ്ഞു ആമിർ ഖാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ റാൻഡം ആള് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. പക്ഷെ ആമിർ ഖാൻ അല്ലല്ലോ പറഞ്ഞേ. ഇതിന്റെ ഒരു നല്ല വശം അതാണ്. ഇപ്പം വെരി റീസെന്റ് ഇതിന്റെ ഒരു മോശം വശമാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ ഒരു നല്ല വശം ഇപ്പൊ പറയാനാണെങ്കിൽ അതേ ഡീപ് ഫേക്ക് വെച്ച് തന്നെ ഇപ്പൊ ഇന്ത്യൻ 2-ല് നമുക്ക് 2 ക്യാരക്ടേഴ്സിനെ തിരിച്ചു കിട്ടി. അത് ഒരു നല്ല വശമാണ്. ലൈക്ക് ഇപ്പൊ കാഡ്ബറിയുടെ കുറച്ചാൾ മുമ്പ് ആഡ് ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ ഷാറുഖ് ഖാന്റെ ഡീഫേക്ക് ഉണ്ടാക്കി എന്നിട്ട് ഒരാൾക്ക് ചുമ്മാ പോയിട്ട് ആളുടെ കടയുടെ പേരും ആളുടെ പിൻകോഡും കൂടെ ഇട്ട എന്താ ആ കട എന്ന് പറഞ്ഞ ഷാറുഖ് ഖാൻ അവരെ പ്രൊമോട്ട് ചെയ്യും. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് അംബാസിഡർ ഫ്രീ ആയിട്ട് ഒരു സാധാരണ ദുക്കാൻ വാലാനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചുമ്മാ വായിൽ അത് പറയിപ്പിച്ചാൽ മതി, എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ അക്കാഡമിക്ക് ഇതുപോലെ തന്നെ സൗരവ് ഗാംഗുലിയുടെ ഒരു പ്രോംപ്റ്റ് അവർ തരുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇരുന്നപ്പം നമുക്കത് തോന്നി ഇതെങ്ങനെ എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാത്രമേ നമുക്ക് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അത് മേ ബി അന്നത് വന്ന സമയത്ത് നമ്മൾ അത്രയും മനസ്സിലാക്കിയില്ല. പിന്നീടാണ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പം ഞാനൊരു ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. എ ഐ ഉപയോഗിച്ച് പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും റൗൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ന്യായ സാത്തി എന്ന് പറഞ്ഞ. ബേസിക്കലി അതൊരു ലോയർ ബോട്ടാ. ആ ബോട്ട് ഒരു കോമൺ ആൾക്ക് ലോസ് പ്രകാരം അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പൊ എന്തോ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആൾക്കൊരു ലോയർ കാണത്തില്ല. പക്ഷെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്ക് ലോസ് എന്തായാലും എല്ലാ ഇന്ത്യൻ സിറ്റിസൺ അറിയത്തില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ ഈ പ്രശ്നത്തെ പറ്റി വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്, ഒരു ഈ പ്രശ്നമുണ്ട് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്. ആ ബോട്ട് അക്കോർഡിംഗ് ടു ലോസ് ആളുടെ അടുത്ത് പറയും എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ. അങ്ങനെ ഐ പ്ലീഡ് ദ ഫിഫ്ത്ത്, ഇതിന്റെ കാരണം പറയല്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു ഇന്ത്യൻ ലോ ബോട്ട് പോലെ ന്യായ സാധ്യത ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനൊക്കെ റൗൾ ഒറ്റയ്ക്കാണോ അതോ എങ്ങനെയാണ് ഈ പറയുന്ന ബോട്ട് ഉണ്ടാക്കാനും അതുപോലെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഒരു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇതിനൊക്കെ എങ്ങനെയാണ് റൗളിന്റെ സോഴ്സസ് എങ്ങനെയാണ്? ഹെൽപ്പേഴ്സ് ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, പേരൻസ് ഉണ്ടോ, അതോ എനി അതർ ഫ്രണ്ട്സ്? സോ ഞാൻ മിക്കതും യൂട്യൂബ് നോക്കിയിട്ടാ തന്നെ പഠിച്ചേ. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ബോട്ട് തന്നെ ഉണ്ടാക്കാൻ സെയ്ദ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ലോയർ ബോട്ട് ന്യായ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ഹാരി ആക്ച്വലി എന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവൻ വന്നതാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു. സോ വി ആർ നൗ ക്ലോസ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പൊ അവന്റെ കൂടെ ഞങ്ങളൊരു ദിവസം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലി ആയിട്ട് എടുക്കത്തില്ല. ഒരു വിചാരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ. അപ്പം എൻ്റെ അപ്പോഴും ഫ്രണ്ടാ പറഞ്ഞ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ട് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പോൾ ഞങ്ങളിരുന്ന് നല്ല രസമായി തോന്നി. ഫൈൻ ട്യൂൺ ചെയ്ത് ലാമ മോഡലെടുത്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഈ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് ഇന്ന് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ഫൺ. റൗളിന്റെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഇനി ഈ എ ഐ മാറി അതിനുശേഷം ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് AGI അല്ലേ, അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഈ AI കഴിഞ്ഞിട്ട് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ChatGPTയുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പം ഒരു ഹ്യൂമൻ പോലെയാണ് സംസാരിക്കുന്നത്, ബട്ട് കറക്റ്റ് ഹ്യൂമൻ അല്ല. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ചൈനീസ് റൂം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഇമാജിൻ ചെയ്യുക, ഒരു ആളുണ്ട്, ആ ആളുടെ പുറത്ത് ഒരു പെണ്ണ് ഒരു ലെറ്റർ ഇട്ടു, ചൈനീസ് അറിയോ എന്ന് ചോദിച്ചിട്ട്. ആ ആൾക്ക് പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ എന്തായാലും റിപ്ലൈ കൊടുക്കണം. അപ്പൊ ആ ലെറ്റർ എടുത്തിട്ട് വാക്കുകൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ചൈനീസ് അറിയോന്ന്, ചൈനീസ് ബുക്ക്. എന്നിട്ട് ഈ A ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, B ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, മാൻഡറിൻ. അപ്പം അത് നോക്കിയിട്ട് എഴുതി കൊടുത്തു.
ആ ലെറ്റർ ഇട്ട് കൊടുത്തു. ആ പെണ്ണ് വിചാരിക്കും ഓ ഇവന് ഈ ചൈനീസ് അറിയാം, പക്ഷെ ആ ആൾക്ക് റിയലി ചൈനീസ് അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷ് അറിയാം, ആ ബുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കിയാണല്ലോ എഴുതി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളാണ് ആ പെണ്ണ്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ ChatGPT ഇങ്ങനെ ഹ്യൂമൻ പോലെ തന്നെ പറയും, പക്ഷെ ആ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോണ്ട് മാത്രം കറക്റ്റ് ഹ്യൂമൻ അല്ല. സോ അങ്ങനെയാണ് ഇപ്പോഴും AI തിങ്ക് ചെയ്യുന്നത്. പക്ഷെ AGI വരുമ്പം ഇമോഷണലി ഫുള്ളി ഒരു ഹ്യൂമൻ പോലെ. നമ്മള് ഇന്റലിജന്റ് ആണെന്ന് കാണിക്കുമല്ലോ, വി ആർ ഇന്റലിജന്റ്. സോ AI അങ്ങനെയായി മാറും ഇൻ ദ ഫ്യൂച്ചർ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ അതാണ് എയുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഇമോഷൻസും കൂടെ മനസ്സിലാക്കി നമുക്ക് അപ്ഡേറ്റുകൾ എയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? റോളപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു അല്ലേ? ഇപ്പോൾ റൗളിന്റെ പപ്പ മമ്മ എന്നാ വിളിക്കുന്നത്. ഓക്കെ, പപ്പ എന്ത് ചെയ്യുന്നു? എന്റെ അപ്പ ഇപ്പം ആക്ച്വലി അഡോബി, ആമസോൺ, IBM അവിടെ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള. പക്ഷെ ഇപ്പം കറന്റ്ലി അഡോബിൽ വർക്ക് ചെയ്തോണ്ട് എനിക്ക് അഡോബ് പ്രീമിയർ പ്രോ എഡിറ്റ് ഒക്കെ ചെയ്യാൻ കിട്ടിയ. ഇപ്പൊ കറന്റ്ലി അപ്പ എക്സ്പെബാക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അറിയാവോ? ഈ ഗൂഗിൾ പേ പോലെ അതായിട്ട്. ഓക്കെ, ഐ എം സർപ്രൈസ്. അവിടെ അപ്പൊ ലൈക് അവിടെ ഞാൻ പോയി ഇങ്ങനെ ക്ലാസ് ഞാൻ അതിന്റെ റെഫറൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ ഏതൊരു പ്ലാറ്റ്ഫോം വന്നാലും അതിനകത്തൊക്കെ കയറി അതിന്റെ പ്രോസസ് ഒക്കെ നോക്കും. എക്സ്പേ ബാക്ക് അവരെന്തോക്കെ കുറച്ച് റെഫറൽ പ്രോഗ്രാംസ് ഒക്കെ അവർ ലോഞ്ച് ചെയ്ത ടൈമിൽ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ അവിടെ സ്കാൻ ചെയ്ത ക്രിപ്റ്റോ ഉണ്ട്, അങ്ങനെ ഫുൾ അതാ. സോ എക്സ്പേ ബാക്ക് അവിടെ എൻ്റെ അപ്പ ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ കുറെ മാർക്കറ്റിംഗിന്റെ കാര്യം അവിടെയൊക്കെ ഞാൻ AI ടൂൾസ് പറഞ്ഞു കൊടുക്കും, അതൊക്കെയുണ്ട്. പിന്നെ അമ്മ HCL ടെക്നോളജീസ് അവിടെ ഡയറക്ടർ, സൗത്തും ഐ തിങ്ക് മുംബൈ ടു. സോ രണ്ട് ഡയറക്ടർ. രണ്ടും ഡയറക്ടറാ? ഒരാളുള്ളൂ? ഒരാളേ ഉള്ളൂ ഞാൻ അല്ലേ? ഒരാൾ മതിയല്ലോ അല്ലേ നമുക്ക് ഇതുപോലെ ഒരാള്. ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും നമ്മളുടെ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ AI വരികയാണെങ്കിൽ ഉണ്ടാവാൻ റൗളിൻ്റെ അഭിപ്രായത്തിൽ? അതായത് കുട്ടികളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഓൾഡ് സ്കൂൾ മെത്തേഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രീതികളിൽ. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ AI മറ്റുള്ള അതായത് പഠിക്കുന്ന കുട്ടികളെ വേറൊരു രീതിയിൽ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ടോ? പേരൻസിന് എപ്പോഴും ഒരു ഫിയർ ഉള്ളൊരു കാര്യമാണ്, അതായത് എൻ്റെ മക്കൾ എപ്പോഴും ഫോണിലും ഇതിലുമൊക്കെ തന്നെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ ബുക്സ് എടുത്ത് പഠിക്കുന്നില്ലല്ലോ, വായിക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള. അപ്പോൾ കുറേ പേരൊക്കെ ഇതിൽ നിന്ന് തിരിച്ച് ഹോം സ്കൂളിങ്ങും സെൽഫ് ലേണിങ്ങിനും ഒക്കെ കേപ്പബിൾ ആക്കി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ AIയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് അവരുടെ മക്കളുടെ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? യെസ്, ഫോർ ഷുവർ ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നേരെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക, ഇങ്ങനെ മെയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരാൾക്ക് മെയിൽ അയക്കണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ ChatGPT വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് മെയിൽ എഴുതണമെങ്കിൽ തന്നെ ഇട്ട് പറ്റില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിലെ തന്നെ എങ്ങനെ മെയിൽ എഴുതുന്നതെന്ന് പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തതിനകത്ത് എങ്ങനെ ലെറ്റർ AI വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നും പഠിപ്പിക്കുക. സോ ആദ്യം തന്നെ പിന്നെ പറയാം ഇത് പക്ഷെ പെട്ടെന്ന് ചെയ്യാനൊരു വഴിയുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാം. സോ അങ്ങനെ ഓരോ കാര്യം വെച്ച് AI എന്തെങ്കിലും വേണം, പക്ഷെ ഡോണ്ട് മേക്ക് ദം ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ്.